നേന്ത്രപ്പഴം മൊത്തം കൊടുക്കണം കേട്ടാ. എല്ലാം പുല്ല് പൊന്തി അല്ല മോളെ. ഒരേ മഴയല്ല പിന്നെ എങ്ങനെ പൊന്താണ്ടിക്കണ്ട്. ആരാ പോയിനെ? അങ്ങോട്ട് പോയിന്നല്ലോ. അപ്പഴും പോന്ന പോലെ മീൻ മേടിക്കാനൊക്കെ പോയിന്തോ. നിങ്ങന്ന് മീനൊന്നും മേടിച്ചിട്ടേ? ഞാൻ ഇന്ന് പോയിട്ടാ. ഞാൻ പുല്ല് വെക്കാൻ കൂടുന്ന മോളെ. വേണ്ട ചക്ക കുളിച്ചില്ലേ? പഴക്കത്തിക്കാനൊക്കെ പോട്. വൈകക്കൂട്ടിന്റെ പന്നാളാന്നേ. കേക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിലൊക്കെ രസമുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെ സൂപ്പർ. ചട്ടിയിലും പഠിച്ചിട്ട് റെഡിയാക്കി വെക്കട്ടെ. ഇനിയിപ്പം കൊടുക്കാതെ ഭക്ഷണം കിട്ടും. പറഞ്ഞാലും കയ്യിലേ സ്കൂള് പറച്ചിൽ കൊടുക്കണ്ടേ അച്ഛനോളെ. ചേട്ടാ ഇതാണ് മീനിതാ മത്തിയാന്നാ. ഓ മത്തിയാന്ന് കിട്ടിന്. ഓ അച്ഛൻ കൊണ്ടുവരാത്തത് ഭാഗ്യം. ഈ മത്തിയെ കിട്ടുള്ളും വരെ ഒന്നും മേടിച്ചൂടെ നിങ്ങക്ക്? 50 ഉറുപ്പ്യ എടുത്ത് പോയി കഴിഞ്ഞാ പിന്നെ എന്ത് മീനാ മേടിക്കണ്ട്? മത്തിയല്ലാണ്ട് ഇതാ നല്ലോണം ഉണ്ടല്ലോ. നല്ലോണം തന്നിരുന്നു. ഓ കുറച്ച് നേരത്തെ കൊണ്ടുവന്നൂടെ? ഇരുട്ടാവാൻ തുടങ്ങി. ഞാൻ എപ്പ ഇത് കറി വെക്കണ്ട്? നേരെ ഇരുട്ടുന്ന സമയത്ത് നല്ലോണം വാരി കൊടുക്കും ഞാൻ. അതുകൊണ്ടല്ല ഞാൻ ഈ സമയത്ത് വന്നു. വെറുതെയാ മറ്റാ അത്ര കൊടുക്കൂല. ഇതുപോലത്തെ മത്തി ഇപ്പം കാണുന്നില്ല. ഇതിൽ ചാളമത്തി ഉണ്ട്. ഇത് മത്തി തോരനായിട്ടാക്കാം. രണ്ടും കൂടി ആകുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെല്ലാം കളയണ ചെറിയ ഉള്ളി. അതെല്ലാം കളയാനല്ലാടെ കൊണ്ടുവച്ചത്. ഓ ഞാൻ ചോദിച്ചേ ഇല്ലു കേട്ടാ. മീൻ കഴുകിയല്ലേ? എന്നാ വേഗം നോക്ക്. ഒന്ന് താഴെ പോയി. എന്നാ പിന്നെ നമ്മ കേക്ക് മുറിച്ചിട്ട് തരട്ടെ. പന്നാളാണ്. ഉള്ളി വെച്ചോട്ടെ. നമ്മ വൈകക്കുട്ടിന്റെ കേക്കെല്ലാം മുറിച്ചിട്ട് വന്നു. നമ്മള് മത്തി, ചെറിയ മത്തി ഞാൻ പറയാം. മത്തിയുടെ നല്ല മത്തി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്നാക്കുന്ന മത്തിത്തോരലേക്ക് ആക്കുന്ന ചേരുവകള് കുറെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളക്, അതുപോലെ തന്നെ വലിയ സവാളയുണ്ട്, കറിവേപ്പിലയുണ്ട്. ഇത് അരപ്പിന് നമ്മളെ കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങ, പട്ട അല്ലേ, പട്ടയ ചെറിയ കഷ്ണമേ. അപ്പോൾ ഇത് ഒന്ന് ഒതുക്കിയെടുക്കണം അല്ലേ? അപ്പോൾ ഇതൊന്ന് ഒതുക്കിയെടുക്കത്ത ആദ്യം. അമ്മിക്കല്ലേ ഇറക്കുന്ന പിന്നെ സമയം വൈകില്ല, പിന്നെ ഒതുക്കിയേക്കും. അമ്മിക്കല്ലേ ഇറച്ചതിന്റെ രുചി കിട്ടൂല. ഉപ്പ് ഇടുന്നുണ്ടോ? ഉപ്പ് അധികം അതൊരു കൂടുതലാണ്. മതി. എന്നാ പിന്നെ ലത ഇവിടെ മത്തിത്തോര ആക്കുന്നുണ്ട്. ചൂടായിട്ടല്ല? ചട്ടി ചൂടായി. എന്നാ പിന്നെ വെളിച്ചെണ്ണ
തോരനാക്കാൻ വേണ്ടി വെളിച്ചെണ്ണ കുറച്ച് വേണ്ടി വരും. കുറച്ചേ ഒഴിക്കുള്ളൂ. എന്നാൽ പിന്നെ അങ്ങനെ ആവൂല. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. എന്നാൽ ആദ്യം കുറച്ച് കടുക് പൊട്ടിട്ട്. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കറിവേപ്പില ഇട്. അടുത്തത് ചെറിയുള്ളിയിൽ അങ്ങനെ നേടുന്നു. ചെറിയുള്ളി മുറിക്കണ്ട. അപ്പോൾ ചെറിയുള്ളിയും വെല്ലുള്ളിയും പച്ചമുളകും സവാള നമ്മൾ ഇങ്ങോട്ട് ഉള്ളി എന്നാ പറയല് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി എന്നാണ് അടുത്തത്? അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച മത്തിയിലൊക്കെ ഇട്ട് കൊടുക്കണ്ടേ. അതാ പേരി മത്തി എടുത്തിട്ടു. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. ഇനി നമ്മുടെ മസാല ഒതുക്കിയത് അല്ലേ, ആ ഒതുക്കിയതും കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാല നല്ല കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ടേ പോകാൻ വേണ്ടിയിട്ട്. എന്തിയാ നല്ല കൂടി ഒന്ന് ഇളക്കി മൂടി വെക്കാം. അപ്പൊ ഇനി അടച്ചു നോക്കേ വിട്ടല്ലേ. അപ്പൊ നമ്മുടെ മത്തിത്തോരൻ എന്തായി നോക്കട്ടെ. കുറച്ച് സമയമായി. ഓക്കെ, റെഡിയായി അല്ലേ. ഇനി ഇളക്കണ്ട അല്ലേ. ആയാ വെളിച്ചെണ്ണയാ ദേശം വെളിച്ചെണ്ണ വെച്ചിരിക്കുന്നുണ്ടേ. ചോയല്ലേ പച്ച അങ്ങനെ നമ്മുടെ മത്തിത്തോരൻ റെഡി ആയിട്ടുണ്ട്. അല്ല ഷോ എന്നാ പിന്നെ ഒരുപടി പെരക്കല്ലേ. മത്തിത്തോരന് വേണ്ടിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും കൊതിയായിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തുനിന്ന് ചിക്കൻ കൊണ്ടുവന്നിനി. മത്തനുണ്ട് അല്ലേ, ചിക്കൻ്റെ 2 കഷ്ണം. പിന്നെ നമ്മുടെ മത്തിത്തോരൻ എടുക്കാം. ദേശം പൊരിയത് നമ്മളെ വള കുറച്ച് മതി. മതി എല്ലാവർക്കും കോരി കൊടുക്കും. നോക്കിയടാ എന്തുണ്ട് മത്തിത്തോരൻ നോക്കിയാ. നീ നോക്കിയേ നീ രസമാണോ? ഇല്ലന്നാ അഷ് നോക്കിയിട്ട് അഷികൾ പറഞ്ഞോ. എന്നാ പിന്നെ ഞാൻ നോക്കട്ടെ. ചെറുപുളിയെല്ലാം അങ്ങനെ പൊന്തിക്കുന്നുണ്ട്. ആദ്യം നമ്മളെ ഇതിൻ്റെ അരപ്പ് ചൂട്. ഓഹോ ബാക്കി 2 കറിയും ചൂടില്ല നല്ല ചൂട് കേട്ടാ. സൂപ്പർ അരപ്പ് കേട്ടോ. തേങ്ങയും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ വെച്ച് കൊളാവുന്നു സംഭവം. സൂപ്പർ. മത്തിയോടെ അങ്ങനെ തിന്ന. ചിക്കൻ്റെ ഒരു പീസ്. കറി കുറേ ഉണ്ട് കേട്ടോ. മത്തൻ ചെറിയ മത്തിയാവുണ്ട്. പഠിച്ചുന്ന കറണ്ട് പോയാ
ചെറിയ ഉള്ളിയിൽ അങ്ങനെ ഇട്ടുകൊണ്ട് വെളിച്ചെണ്ണ പൊഞ്ഞതിൻ്റെ നല്ല ടേസ്റ്റ് കേട്ടോ. സംഭവം സൂപ്പർ. ലതയുടെ മത്തിപ്പേരി ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. നമ്മൾ ആസ്വദിച്ച് കഴിക്കട്ടാ, സംഭവം സൂപ്പറാണ്. ചെറിയ തീര് വേവിക്കണം കേട്ടാ, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കും അല്ലേ.